യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം കൂടി ദൈവത്തിൻ്റെ ശക്തമായ വചനം കേൾക്കുവാൻ നമുക്ക് ലഭിച്ച ആയുസ്സിനെ, ആരോഗ്യത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവേ, ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. ഈ ശുശ്രൂഷ അങ്ങയുടേതാണ്. ഈ ശുശ്രൂഷയെ നയിക്കുന്നതും പരിപാലിക്കുന്നതും വചനം നൽകുന്നതും അങ്ങയുടെ സാന്നിധ്യമാണ്. ഞങ്ങളുടെ ആരുടെയും കഴിവോ മഹത്വമോ പ്രത്യേകതയോ ഒന്നുമല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ പാപികളും ബലഹീനരും നിസ്സാരരും സാധാരണക്കാരുമാണ്. ഞങ്ങളെ അങ്ങയുടെ വചനത്തെ കൊടുക്കുവാൻ, ഈ പ്രിയപ്പെട്ട ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രതീക്ഷയോടെ ആയിരിക്കാം. ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു കുടക്കീഴിൽ ഒരു വീട്ടിലെ അംഗത്തെപ്പോലെയൊക്കെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാ ദിവസവും ഒരു വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. ആ പ്രാർത്ഥന ഒരു അനുഗ്രഹമായി മാറുന്നുവെന്ന് വിശ്വസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കാം. ഇന്നലെ ഒരു മനുഷ്യനിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് കേട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇരുട്ട് നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ, തകർന്ന സ്വപ്നങ്ങളുള്ള എൻ്റെ ജീവിതത്തിൽ ഇവിടെ നിന്ന് കേൾക്കുന്ന ഓരോ വചനവും പ്രതീക്ഷയുടെ വെളിച്ചമായി വരുന്നത് കൊണ്ടാണ് ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നത്. പലവട്ടം തോന്നിയതാണ് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന്. അപ്പോഴൊക്കെ പ്രതീക്ഷയുടെ വെളിച്ചം തന്ന് ഇരുട്ട് നിറഞ്ഞ എൻ്റെ ജീവിതം, തകർന്നു പോയ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്നെ മുന്നോട്ട് നയിച്ച വെളിച്ചമാണ് ഈ വചനം. ആയുസ്സെത്തുന്നതുവരെ ഉള്ളിടത്തോളം ഇങ്ങനെ വചനങ്ങൾ കേട്ട് മുന്നോട്ട് പോകണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനേകരുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും ആണ് ഈ വചനം. വേറെ എവിടെ നിന്നും കിട്ടാത്തൊരു ധൈര്യവും വേറെ എവിടെ നിന്നും കിട്ടാത്തൊരനുഗ്രഹവും വചനത്തിലൂടെ അനേകം ആളുകൾ ഹൃദയത്തിൽ അനുഭവിക്കുന്നു. അത് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ശക്തിയായത് മാറുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല കാലം നിങ്ങളെ തേടി വരാതിരിക്കില്ല. ഒരനുഗ്രഹമുള്ളൊരു കാലം നിങ്ങളെ തേടി വരാതിരിക്കില്ല. നിങ്ങളെ നോക്കി ദൈവവചനം പറയാൻ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞതാണ്. നിങ്ങളെ ഒരു നല്ല കാലം തേടി വരാതിരിക്കില്ല. ഈ പ്രശ്നങ്ങൾ മാറി ഒരു സന്തോഷം, ഒരനുഗ്രഹം, ഒരു സമാധാനം നിങ്ങളെ തേടി വരാതിരിക്കില്ല. ഇന്ന് പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 39 അധ്യായം 18 വാക്യം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 39:18. ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും. ഞാൻ നിന്നെ രക്ഷിക്കും എന്ന് മാത്രമല്ല, അതിനകത്ത് ഗൗരവമുള്ള, കൃത്യതയുള്ള, വ്യക്തതയുള്ളൊരു വാക്ക് വച്ചിട്ടുണ്ട്. നിശ്ചയമായും, ഉറപ്പായും ഞാൻ നിന്നെ. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വലിയ പ്രതിസന്ധിയുടെ മുമ്പിലാണോ? രോഗത്തിൻ്റെ കാഠിന്യത്തിലാണോ? സങ്കടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണോ? നിശ്ചയമായും അവിടുന്ന് നിന്നെ രക്ഷിക്കും. ചിലപ്പോൾ രക്ഷിക്കും, നോക്കട്ടെ, പറയാം, ആലോചിക്കുന്നു എന്നൊന്നുമല്ല. മനുഷ്യൻ്റെ വാക്കുകളാണത്. നോക്കട്ടെ, ഞാൻ ആലോചിക്കട്ടെ, കമ്മിറ്റി കൂടട്ടെ, മെമ്പേഴ്സിനെ വിളിച്ചു കൂട്ടട്ടെ, അധികാരികളോട് ചോദിക്കട്ടെ
എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് മനുഷ്യനിങ്ങനെയൊക്കെ പറയും. ദൈവം പറഞ്ഞൊരു വാക്കാണ്, പ്രതിസന്ധിയിലിരിക്കുന്ന, കഷ്ടതയിലിരിക്കുന്ന, ഏതൊക്കെയോ കാര്യങ്ങൾ തീരുമാനിക്കാൻ ടെൻഷനിലിരിക്കുന്ന, ഇന്നത്തെ ചില കാര്യങ്ങൾ, കണ്ടുമുട്ടലുകളൊക്കെ വളരെ ഭയത്തോടെ ഇരിക്കുന്ന നിങ്ങളോട് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഹൃദയത്തോട്, നിങ്ങളുടെ കരം പിടിച്ച്, നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് എന്നതുപോലെ പറയുന്നത് പോലെ കേട്ടെ, നിശ്ചയമായും അവിടുന്ന് നിന്നെ രക്ഷിക്കും. ഏതവസ്ഥയിൽ നിന്നാ ഒന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിച്ചത്? ഏതവസ്ഥയിൽ നിന്നാ, ഏതു സാഹചര്യത്തിൽ നിന്നാ ഒന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിച്ചത്? ആ സാഹചര്യത്തെ നോക്കി ദൈവം ഇന്ന് ദൈവവചനത്തിലൂടെ പറയുവാണ്, നിശ്ചയമായും ഞാൻ നിന്നെ രക്ഷിക്കും, നിശ്ചയമായും ദൈവം രക്ഷിക്കും. അടുത്ത വാക്യമാണ്, നീ വാളിനിരയാവുകയില്ല. നിനക്കൊരു ഉപദ്രവവും വരികയില്ല. വാളെന്തിനാ? വാള് വെട്ടാനും കുത്താനും ഒക്കെ ഉപയോഗിക്കുന്നതാ. നീ ഒന്നിനെക്കുറിച്ച് മുമ്പിൽ മൂർച്ചയോടെ തിളക്കത്തോടെ നിൽക്കുന്ന വാളിനെ നീ ഭയപ്പെടണ്ട. അത് ഉയർന്നാ നിൽക്കുന്നതെങ്കിലും, നിന്റെ നേർക്കാണ് തിരിഞ്ഞിരിക്കുന്നത് എങ്കിലും, ആ പ്രതിസന്ധിക്ക് നീ ഇരയാവുകയില്ല. ആ പ്രതിസന്ധി നിന്നെ തോൽപ്പിക്കുകയില്ല. അതിന്ന് വാളിനെ പോലെ കൺമുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞ് മൂർച്ചയുള്ള ഭാഗം നിന്റെ നേർക്കെന്നതുപോലെ ഇരിക്കുന്നു. നിനക്ക് തോന്നുന്നു, ഇതെൻ്റെ കഴുത്തിന് നേരെ വരുമോ, ഇതെൻ്റെ ജീവിതത്തിന് നേരെ വരുമോ, ഇതെൻ്റെ ഭാവിയെ തകർക്കുമോ, ഇതെൻ്റെ കുടുംബത്തെ തകർക്കുമോ, ഇതെൻ്റെ ആരോഗ്യത്തെ തകർക്കുമോ, എൻ്റെ സാമ്പത്തികത്തെ തകർക്കുമോ. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുവാണ്, ആ വാളിന്, ആ പ്രതിസന്ധിക്ക് നീ ഇരയാവുകയില്ല. ആ വെല്ലുവിളിക്ക് നീ ഇരയാവുകയില്ല. ആ രോഗത്തിന് നീ ഇരയാവുകയില്ല. നിശ്ചയമായും അവിടുന്ന് നിന്നെ രക്ഷിക്കും. അടുത്ത വാക്യം, യുദ്ധസമാനമായി നിന്റെ ജീവൻ ഞാൻ സംരക്ഷിക്കും. ഞാൻ നിന്നെ സംരക്ഷിക്കും. നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും, നിന്റെ കുടുംബം സംരക്ഷിക്കപ്പെടും, നിന്റെ മക്കൾ സംരക്ഷിക്കപ്പെടും, നിന്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. എന്തെന്നാൽ, അതാണ് അതിൻ്റെ കാരണം, നീ എന്നിൽ ആശ്രയിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് വന്ന അനുഗ്രഹം എത്ര എണ്ണമാണെന്ന് എണ്ണിക്കോ. ഒറ്റ കാരണം, ഒരു ഹൈഫൻ ഇട്ടിട്ട്, ഒരു വരയിട്ടിട്ട് എഴുതിയിട്ടുണ്ട്, എന്തെന്നാൽ നീ കർത്താവിൽ ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങളോട്, ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളോട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ വചനത്തിൽ നിന്ന് പറയാം, നീ നിശ്ചയമായും നീ അനുഗ്രഹിക്കപ്പെടും. നീ വാളിനിരയാവുകയില്ല. നിന്റെ ജീവൻ യുദ്ധസമാനമായ വിധത്തിൽ സംരക്ഷിക്കപ്പെടും. ഒറ്റ റീസണേ ഉള്ളൂ. ഇത്രയും വലിയ അനുഗ്രഹം നിന്നെ തേടി വരാൻ ഒറ്റ കാരണമുള്ളൂ, നീ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ഇത്രയും വലിയ അനുഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടല്ലേ രാവിലെ എഴുന്നേറ്റ് ഈ 5:30 സമയത്ത് വചനം കേട്ടത്. ഓരോ രാജ്യത്തിലും ഇപ്പോൾ പല സമയമാണ്, എങ്കിലും ഇന്ത്യൻ സമയം 5:30 നിങ്ങൾ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന് അല്ലേ ഓരോ സമയത്ത് ഈ വചനം കേട്ടത്? എന്തുകൊണ്ടാണ്? ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വചനം കേൾക്കുന്നത് അവരുടെ ഉള്ളിനുള്ളിൽ ദൈവാശ്രയത്വമുള്ളത് കൊണ്ടാണ്. ദൈവദൂതന്മാർ കൺചിമ്മാതെ ആയുധങ്ങളേന്തിയ വാളുമായി എനിക്ക് സംരക്ഷണം തരുമെന്ന് വിശ്വസിച്ചേ. എൻ്റെ വീടിന് ചുറ്റും, എൻ്റെ കുടുംബത്തിന് ചുറ്റും, എൻ്റെ തലമുറയ്ക്ക് ചുറ്റും, ആരോഗ്യത്തിന് ചുറ്റും നീ സംരക്ഷിക്കപ്പെടും. നിൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടും. ആ വാളും അതിൻ്റെ മൂർച്ചയും അതിൻ്റെ തിളക്കവും അത് പിടിച്ചിരിക്കുന്ന ആളുടെ ശക്തിയൊന്നും കണ്ട് നീ പേടിക്കണ്ട. ആ വാള് നിൻ്റെ നേരെ ഉയർന്നാലും നിൻ്റെ ജീവനെ അത് ഇരയാക്കുകയില്ല, നിൻ്റെ ജീവനെ തൊടുകയില്ല. എഴുതിയിട്ടുണ്ട്, നീ വാളിനിരയാവുകയില്ല. നിങ്ങൾ ചില പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ നിങ്ങളെ ഇങ്ങനെ നാല് ചുറ്റുമില്ലേ, അതിന് നീ ഇരയാവുകയില്ല. ആ ചതിക്ക് നീ ഇരയാവുകയില്ല. ആ ഒരു വെല്ലുവിളിക്ക് നീ ഇരയാവുകയില്ല. ആ വ്യക്തിക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. എന്നും പ്രശ്നമല്ല, എന്നും പ്രതിസന്ധിയല്ല, എന്നും കണ്ണുനീരല്ല, എന്നും രോഗമല്ല. നീ അതിൽ നിന്ന് രക്ഷപ്പെടും. നിശ്ചയമായും നീ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രത്യേകം ഓർക്കുന്നത്, കിടപ്പ് രോഗികളായിട്ടുള്ളവർ, വീൽ ചെയറിലിരിക്കുന്നവർ, അങ്ങനെയുള്ളവരെല്ലാം ഓർത്തൊന്ന് പ്രാർത്ഥിക്കുവാണ്. കിടന്ന കിടപ്പിലായി പരസഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ അറിഞ്ഞ 2-3 പേരെ, അവരൊത്തിരി കിടന്ന കിടപ്പിലാണ്.
പരസഹായം വേണം. പക്ഷെ എല്ലാ ദിവസവും കേൾക്കുന്ന വചനം അവരൊരുപാട് പേർക്ക് അയച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ്. അങ്ങനെയുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടാവും. ഏത് പ്രായത്തിലുള്ളവർ, ഏത് സമൂഹത്തിലുള്ളവർ, ഏത് സഭയിൽപ്പെട്ടവർ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കിടന്ന കിടപ്പിലായെന്നുകൊണ്ടാണോ കേൾക്കുന്നത്? ഇരുന്ന് ഇരിപ്പിലാണോ കേൾക്കുന്നത്? ദൈവം എനിക്ക് എന്നൊരു നല്ല കാലം ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് പ്രാർത്ഥിച്ചത്. നിങ്ങളെ ഓർക്കുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മയോട് ചേർത്ത് വെച്ച് വീണ് പരിക്കേറ്റവർ, ആക്സിഡൻറ്റിൽ പരിക്കേറ്റവർ, രോഗം വന്ന് കിടക്കുന്നവർ, പലതരത്തിൽ വിഷമം അനുഭവിക്കുന്നവർ, നടക്കാനൊന്ന് പറ്റിയായിരുന്നെങ്കിൽ, വണ്ടി ഓടിക്കാനൊന്ന് പറ്റിയായിരുന്നെങ്കിൽ, സ്വന്തം കാര്യം ചെയ്യാനൊന്ന് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ആരുടെയെങ്കിലുമൊക്കെ സഹായം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ഇങ്ങനെ റൂമിൽ തന്നെ ആയിരിക്കുന്നൊരു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താലേ അവർക്ക് ഭക്ഷിക്കാൻ പോലും പറ്റത്തുള്ളൂ. വാരി കൊടുക്കേണ്ട സാഹചര്യമുള്ളവരുണ്ട്. ബുദ്ധി വളർച്ച കുറഞ്ഞവരുണ്ട്. വീട്ടുകാർക്കൊക്കെ എന്താ ചെയ്യുക, അത്രയും വേദനയോടെ കാണുന്നവരുണ്ട്, പ്രതിസന്ധിയിലായവരുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായി അവരെ എണ്ണിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിലൂടെ അവരെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ശക്തി ഇതിനെ തൊടട്ടെ. ഈശോയുടെ ആശീർവാദം ഈ വചനത്തിലൂടെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഈ വചനം കേട്ട ഓരോ വ്യക്തിയിലും അത് വ്യാപരിക്കട്ടെ. ഈ ഓരോ വചനം കേട്ട ഓരോ വ്യക്തിയിലും, കുടുംബത്തിലും, തലമുറയിലും അത് വ്യാപരിക്കട്ടെ. ദൈവശക്തി നിങ്ങളിലേക്ക് പകരട്ടെ. ഈ കേട്ട വചനം നിൻ്റെ ജീവിതത്തിലൊരു വിടുതലായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ, സൗഖ്യമായി മാറട്ടെ, നന്മയായി മാറട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും എല്ലാം സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും തരട്ടെ. നല്ല കാര്യങ്ങൾ ദൈവാനുഗ്രഹമായി നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. മംഗളകരമായ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിൽ ഇന്ന് സംഭവിക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം സാധ്യമായ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. കാരണം ഈ വചനം ഒത്തിരി അനുഗ്രഹമാണ്. അനേകരെ ഇത് ബലപ്പെടുത്തും. നാളെയും 5:30 കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിലെന്ന പോലെ സൂക്ഷിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ആമേൻ.